ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ച നമുക്ക് 4ഓളം IPOകൾ ഏകദേശം വരാനുണ്ട്. അതിൽ സ്കോളേഴ്സ് ബാംഗ്ലൂരിൻ്റെ, അതായത് ഹോട്ടൽ ലീല അവരുടെ ഓപ്പറേറ്ററായിട്ടുള്ള സ്കോളേഴ്സ് ബാംഗ്ലൂരിൻ്റെ IPO ഇന്ന് മുതൽ ഓപ്പൺ ആണ്. സോ ഇതൊരു 3500 കോടി രൂപയുടെ IPO ആണ്. ഈ ഒരു IPOയുടെ റിവ്യൂ ആണ് ഈ വീഡിയോ. സോ വെൽക്കം ടു ദിസ് വീഡിയോ. 3500 കോടി രൂപയുടെ വീഡിയോ. ആദ്യമായിട്ട് ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3553 റൂമുകളാണ് ഈ കമ്പനിക്കുള്ളത്. ഹോട്ടൽ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ റൂം ഓപ്പറേറ്റ് ചെയ്യുന്ന റൂമിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുക. 3553 റൂമുകളാണ് ഈ കമ്പനിക്കുള്ളത്. 13 ഹോട്ടലുകളാണ് ഈ കമ്പനി കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ 1224 റൂമുകൾ, അതായത് 5 പ്രോപ്പർട്ടികളിലായിട്ട് 1224 റൂമുകളാണ് ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഹോട്ടലുകളിലുള്ളത്. ബാക്കിയൊക്കെ തന്നെ ഇവർ ഫ്രാഞ്ചൈസ്ഡ് മോഡൽ ഓർഡർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ പറയുന്ന 1224 റൂമുകളിൽ നിന്നായിട്ട്, അതായത് 5 പ്രോപ്പർട്ടികളിൽ നിന്നായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ഇവരുടെ മൊത്തം ഇബിറ്റയുടെ ഏകദേശം 88% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് മൊത്തം 600 കോടി രൂപയുടെ ഇബിറ്റയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത്. അതിൽ 88% വന്നിരിക്കുന്നത് ഈ ഒരു 5 പ്രോപ്പർട്ടികളിലായിട്ടുള്ള 1224 റൂമുകളിൽ നിന്നാണ്. ബാക്കിയുള്ള മിക്കവാറും, അതായത് മെജോറിറ്റി ബിസിനസ്സുകളും വരുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ചെറിയ ഭാഗങ്ങൾ വരുന്നത് 66% വരുന്നത് ബാക്കിയുള്ള ഈ ഫ്രാഞ്ചൈസ്ഡ് മോഡൽ ഹോട്ടൽ കീഴിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കോൺസെൻട്രേഷൻ റിസ്ക് ഉണ്ട്. സ്വന്തം പ്രോപ്പർട്ടികളിൽ നിന്നാണ് കൂടുതൽ റവന്യൂ വരുന്നത്. ബാക്കിയുള്ളത് നമ്പർ കൂടുതലാണെങ്കിലും, പെർസെൻറ്റേജ് വൈസ് ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി കൂടുതലാണെങ്കിലും അവിടുന്ന് വരുന്ന റവന്യൂ വളരെ കുറവാണ്. കാരണം മിക്കവാറും പ്രോപ്പർട്ടികളൊക്കെ തന്നെ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ഏറ്റെടുത്തതായിട്ടാണ് കാണുന്നത്. അതിനുശേഷമാണ് ഇവർ ഇത്രയും വർഷം ഓപ്പറേറ്റ് ചെയ്തിട്ട് പോലും ഇവരുടെ മൊത്തം സെയിൽസിൻ്റെ ഒരു 12%, പ്രോഫിറ്റിൻ്റെ മൊത്തം 12% മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. 3500 കോടി രൂപയുടെ IPO ആണ്. ഈ 3500 കോടി രൂപയിൽ 2500 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ്. അതായത് പുതുതായിട്ട് കമ്പനി തന്നെ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളാണ്. ഈ പൈസ കമ്പനിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ 2500 കോടി രൂപ കമ്പനിയിലേക്ക് പോകുന്നതിൽ 2300 കോടി രൂപയും അവർ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മൊത്തം കടം എന്ന് പറയുന്നത് 3900 കോടി രൂപയുടെ കടം ഈ കമ്പനിക്കുണ്ട്. ഇതിൽ 2300 കോടി രൂപ ഈ ഒരു IPOയിൽ നിന്ന് കിട്ടുന്ന പണം വഴി പോകും. അതുപോലെ തന്നെ നെറ്റ് ഡെറ്റ് ഫ്രീ ആയി എന്ന് പറയാം നമുക്കതിന് ശേഷം. ഏകദേശം ഓഫർ ഫോർ സെയിൽ 1000 കോടി രൂപയാണ് വരുന്നത്. ഇപ്പോഴത്തെ പ്രൊമോട്ടറായിട്ടുള്ള ബ്രൂക്ക് ഫീൽഡ് അവരുടെ 100% ഹോൾഡിങ്സ് 76% കുറക്കും. അങ്ങനെയാണ് 1000 കോടി രൂപ വരുന്നത്. പ്രൈസ് ബാൻഡ് 413 435 ഇടയിലാണ്. 14527 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്കുള്ളത്. അതിൽ 24% ഡയല്യൂട്ട് ചെയ്യുന്നത്. 10% മാത്രമേ റീറ്റെയിലേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം 2023 2024 ഈ കമ്പനി ലോസ് മേക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 10% ഓഹരികൾ മാത്രമാണ് റീറ്റെയിലേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. 26 മുതൽ 28 മെയ് വരെയാണ് ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 2 ജൂൺ അടുത്ത മാസം 2 ജൂണിനാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഞാൻ SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പം കമ്പനിയുടെ 678 റൂമുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അതിൽ 475 റൂമുകൾ പുതുതായി അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിലും 203 റൂമുകൾ മാനേജ്ഡ് പ്രോപ്പർട്ടി, അതായത് മറ്റുള്ള ഹോട്ടലുകൾ ഏറ്റെടുത്ത് നടത്തുന്നതിലുമാണ് അവർ നിർമ്മിക്കാൻ പോകുന്നത്. 7 പ്രോപ്പർട്ടികളിലായിട്ടാണ് ഇത്രയും റൂമുകൾ ഒരുങ്ങുന്നത്. അതായത് 20% ഇൻവെന്ററി ഗ്രോത്ത് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് 2028 വരെ എന്നുള്ളതാണ്. 1132 കോടി രൂപയാണ് കാപ്പെക്സ് ആയിട്ട് കമ്പനി ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ ഫണ്ടിങ് വരുന്നത് ഇന്റേണൽ നിന്ന്, അതായത് കമ്പനിയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ പുതിയ ഡെറ്റ് എടുക്കാനും അടുത്ത 3 വർഷത്തേക്ക് കമ്പനി പ്ലാൻ ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കമ്പനിയുടെ കീ അഡീഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മുന്നോട്ടുള്ള ഗ്രോത്ത് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഹോട്ടൽസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 19,500 പുതിയ റൂമുകളാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. 19,500 അവരുടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. 26,500 കീ ആണ് ഇപ്പോൾ അവർക്കുള്ളത്. അതുപോലെ തന്നെ അവരുടെ ലോങ് ടേം ഗ്രോത്ത് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നു. അപ്പോഴാണ് ഇവരൊരു 678 കീ, അതുപോലെ 678 റൂമുകൾ അടുത്ത 2 പ്രാവശ്യം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് റവന്യൂ പെർ റൂം എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുടേത് 5 പ്രോപ്പർട്ടികളുടെ പ്രധാനപ്പെട്ട റൂം നോക്കുകയാണെങ്കിൽ ഒരു റൂമിൽ നിന്നും ഏകദേശം 22,545 രൂപയുടെ വരുമാനമാണ് റവന്യൂ എക്സ്പെക്ട് ചെയ്യുന്നത്.
അത് കമ്പനിയുടെ ലെവലിൽ നോക്കുന്നത്. അത് ആവറേജ് റൂം റെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 16,450 രൂപയാണ് 2025 കണക്കനുസരിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത്. അതായത് ഓക്യുപ്പൻസി ലെവൽ 65%. ഒരേസമയം ഏകദേശം 65% അവരുടെ പ്രോപ്പർട്ടികളും ഓക്യുപ്പൈഡ് ആണ് എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഈ മറ്റുള്ള ഹോട്ടലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം താജിൻ്റെ നോക്കിയാലും ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ഒക്കെ ഓക്യുപ്പൻസി റേറ്റ് 78% മുകളിൽ വരുന്നുണ്ട്. അതുപോലെ മാരിയറ്റിൻ്റെ ഒക്കെ ചാലിയറ്റ് ഹോട്ടൽസ് മാരിയറ്റൊക്കെ ഏകദേശം 73% മുകളിൽ ഓക്യുപ്പൻസി വരുമ്പോഴാണ് ഇവർക്ക് 65% ഉള്ളത്. അതുപോലെ മാർജിനലി മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത്. 2023 61%, 2024 അത് 63% 2025 പകുതിയോളം നോക്കുമ്പോൾ 65% മാത്രമാണ് ഏകദേശം ആവറേജ് കിട്ടുന്നത്. അതായത് ഇൻഡസ്ട്രിയിൽ ഇത്രയും നല്ല ബൂം ഉണ്ടായിട്ടും നമുക്കറിയാം ഹോട്ടൽ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ല റാലി സംഭവിച്ച സമയമാണ് ഈ 2 വർഷം എന്ന് പറയുന്നത്. ഡിമാൻഡ് വളരെ കൂടുതലാണ്, സപ്ലൈ ഇല്ല. ലക്ഷറി ഹോട്ടൽ സെഗ്മെൻറ്റിലൊക്കെ ഇപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള റൂം നമുക്ക് ടയർ 1 സിറ്റികളിലൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇതിനിട്ട് പോലും വലിയൊരു മാർജിനൽ ഇമ്പ്രൂവ്മെൻറ്റ് ഈ കമ്പനിക്ക് സംഭവിച്ചില്ല എന്നുള്ള സത്യമാണ്. പിന്നെ ആവറേജ് റൂം റവന്യൂ പെർ റൂം എന്ന് പറയുന്നത് 10,696 രൂപയാണ് 2025 കണക്കനുസരിച്ച് നോക്കുന്ന സമയത്ത്. ലക്ഷറി പിയേഴ്സിനൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റു റൂമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഹോട്ടൽസിന് ആവറേജ് റവന്യൂ 13,450 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി നോക്കുകയാണെങ്കിൽ 13,300 രൂപ വരുന്നുണ്ട്. അവരുടെയൊക്കെ പ്രീമിയം ബിസിനസ് ഹോട്ടൽസും ചാലിയറ്റിൻ്റെ അടക്കം ഏകദേശം 8,800 ഹോട്ടൽസിന് ഏകദേശം 8,800 രൂപ വരുന്നത്. അവിടെയാണ് ഇവർ 10,696 നിൽക്കുന്നത്. സോ ആവറേജ് റവന്യൂ നോക്കിയാലും റവന്യൂ പെർ റൂം നോക്കിക്കഴിഞ്ഞാലും എനിക്ക് മറ്റുള്ള പിയേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ഓപ്പറേഷണൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 2025 റവന്യൂ 1,301 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 594 കോടി രൂപ, അതായത് 46% മാർജിൻ കമ്പനി കാണിക്കുന്നു. മാനേജ്മെന്റ് ഫീസും മറ്റുള്ള മാനേജ്ഡ് പോർട്ട്ഫോളിയോ ഒക്കെ നോക്കിക്കഴിയുമ്പോൾ അഡ്ജസ്റ്റഡ് റവന്യൂ ഏകദേശം 40% ഗ്രോസ് മാർജിൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. 2025 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം 48 കോടി രൂപയാണ്. അതായത് 106 കോടി രൂപ അതർ ഇൻകം വരുന്നുണ്ട് എന്നർത്ഥം. അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രഷറി ഇൻകവും ഗവൺമെൻറ് ഗ്രാൻഡൊക്കെ കൂടിയിട്ടാണത്. അതായത് പോസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഏകദേശം IPO പ്രൊസീഡ്സ് നോക്കുകയാണെങ്കിൽ ഫിനാൻസ് കോസ്റ്റ് മാത്രം 450 കോടി രൂപയോളം കമ്പനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് 450 കോടി രൂപയിൽ നിന്ന് 150 കോടി രൂപയായിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏകദേശം 300 കോടി രൂപയുടെയെങ്കിലും അധിക വരുമാനം അല്ലെങ്കിൽ അധിക പ്രോഫിറ്റ് കമ്പനി കാണിക്കും. ഹോട്ടൽ ബിസിനസ്സിൽ അതത്ര വാല്യൂ അല്ല. കാരണം നോക്കുകയാണെങ്കിൽ EV/EBITDA കീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഒരു യാർഡ് സ്റ്റിക്ക് ആയിട്ട് ഹോട്ടൽ ബിസിനസ്സിൽ നമ്മൾ എടുക്കാം. പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റർപ്രൈസസ് വാല്യൂ ഏകദേശം 14,750 കോടി രൂപയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റർപ്രൈസസ് വാല്യൂ ഏകദേശം ഒരു കീക്ക് 4.1 കോടി രൂപയാണ് വരുന്നത്. ഇത് ഇന്ത്യൻ ഹോട്ടൽസിന് 4 കോടി രൂപ മാത്രമേ വരുന്നുള്ളൂ. ഡിസ്പൈറ്റ് അതിന് പുറമെ 50% കീ നോക്കിക്കഴിഞ്ഞാലും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള താജ് ബ്രാൻഡിലും ഹയർ ഓക്യുപ്പൻസി റേറ്റിലൊക്കെ ഉള്ളതാണ് ഇന്ത്യൻ ഹോട്ടൽസൊക്കെ വെച്ച് നോക്കുന്നത്. അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലീലയുടെ കേസ് നോക്കുകയാണെങ്കിൽ 66% കീയും അണ്ടർ മാനേജ്മെൻറ്റ് മീൻസ് പുതിയ ഹോട്ടലുകളും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഉള്ളത്. അതായത് മറ്റുള്ളവരുടെ ഹോട്ടലുകളിലൊക്കെ തന്നെ നല്ല നല്ല ഹോട്ടലുകളിലാണ് നല്ല നല്ല പ്രീമിയം ബ്രാൻഡ് റൂമുകൾ ഉള്ളത് ഓക്യുപ്പൻസി റേറ്റ് വെച്ച് നോക്കും. ഇവരുടെ സമയത്ത് ഇവരുടെ പ്രോപ്പർട്ടിയിൽ ഇവർക്ക് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി കുറവാണ്. അതിൽ തന്നെ ഇവരുടെ മറ്റു പ്രോപ്പർട്ടികളിലാണ് പ്രീമിയം റൂമുകൾ കൂടുതലായിട്ട് വരുന്നതെന്നർത്ഥം. അതായത് ഏകദേശം ഒരു 10% ഗ്രോത്ത് 2026 എസ്റ്റിമേറ്റ് ചെയ്താൽ പോലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏകദേശം 20 മൾട്ടിപ്പിൾസിലാണ് വരുന്നത്. പ്രൈസിങ് അൺഅട്രാക്റ്റീവ് ആണ്. കാരണം റവന്യൂ പെർ ആവറേജ് റൂം 10,700 മാത്രമേ വരുന്നുള്ളൂ. അതും പ്രീമിയം ബിസിനസ് കാറ്റഗറിയിൽ, ലക്ഷറി അല്ല. 40% എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് മാർജിനുള്ള ഒരു കമ്പനി. വെൻറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ 2026 എസ്റ്റിമേഷൻ EV/EBITDA 17x ട്രേഡ് ചെയ്യുന്നത്. 24% റവന്യൂ പെർ ആവറേജ്, അതായത് 13,292 രൂപ ആവറേജ് റവന്യൂ പെർ റൂമുള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രൈസിങ് അട്രാക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏർണിംഗ് ബേസിൽ നോക്കിക്കഴിഞ്ഞാലും അസറ്റ്സിൻ്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാലും. സോ ഇതാണ് ഇതിൻ്റെ ഒരു സം ടോട്ടൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഹോട്ടൽ സെക്ടറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ചോയ്സ് ആവില്ല. വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി നോക്കിക്കഴിഞ്ഞ് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ തന്നെ ചാലിയറ്റ്, താജ്, GVK, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി, ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓക്യുപ്പൻസി റേറ്റ് നോക്കുമ്പോൾ കറക്റ്റാണ്. ഇവരുടെ പിന്നെ ഒരു ലക്ഷറിയാണ്. ഞാൻ അതുകൊണ്ടാണ് താഴോട്ടുള്ള ഹോട്ടലുകളൊന്നുമായിട്ട് ഒരാളവർക്കിടൊന്നുമായിട്ട് കമ്പയർ ചെയ്യാത്തത്. അപ്പോൾ പ്രൈസിങ് വളരെ കൂടുതലായിട്ട് തോന്നി. ആവറേജ് ഫണ്ടമെൻ്റൽസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു IPO അട്രാക്റ്റീവായിട്ട് തോന്നാത്തത്. എനിക്ക് അവോയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ തോന്നുന്നത്. ഞാൻ അപ്ലൈ ചെയ്യാനും തീരുമാനിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഒരിക്കലും ആലോചിക്കുക. IPO ഇതെൻ്റെ തീരുമാനങ്ങളാണ്, എൻ്റെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. അതിനുശേഷം മാത്രം ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക. ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ഈ പറയുന്ന IPO റിവ്യൂവിന് യാതൊരു ബന്ധവുമില്ല.
എല്ലാ മാനദണ്ഡങ്ങളും, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. ആ ഒരു ഡിസ്ക്ലോഷർ കൂടി അടങ്ങിയിട്ട് വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്